അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചെറിയൊരു പ്രവൃത്തി കൊണ്ട് തന്നെ വലിയ കൂലി കരസ്ഥമാക്കാൻ കഴിയുന്നൊരു അമലാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന വിഷയവുമായി അല്പം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം ഖൽവത്താണ്. മറ്റുള്ള ചിന്തകളിൽ നിന്നും മാറി ഇബാദത്തിലായി മാത്രം മുഴുകിയിരിക്കുക എന്നതാണ് ഇഅ്തികാഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി അല്പസമയം പള്ളിയിൽ താമസിക്കലോടുകൂടി ഇഅ്തികാഫ് കരസ്ഥമാകും. ഇതിന് 5 ഷർത്തുകളുണ്ട്. ഒന്നാമതായി പറയുന്നത് മുസ്ലിം ആയിരിക്കുക എന്നാണ്. രണ്ടാമതായി അഖ്ലാഖ് ഉണ്ടാവണം. മൂന്നാമത്തേത് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത്. നാലാമതായി പറയുന്നത് പുരുഷന്മാരാകുമ്പോൾ മസ്ജിദിൽ താമസിക്കുക. സ്ത്രീകൾക്ക് അവർ വീട്ടിൽ വെച്ച് എവിടെ നിന്നാണോ നിസ്കരിക്കുന്നത് അവിടെ തന്നെ ഇഅ്തികാഫ് ഇരിക്കാം. അഞ്ചാമതായി ഹൈല്, നിഫാസ്, ജനാബത്ത് പോലുള്ള നജ്സുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ചുരുങ്ങിയത് നവൈത്തുൽ ഇഅ്തികാഫ് എന്ന വെക്കേണ്ടത്. ഇഅ്തികാഫിൻ്റെ സമയത്ത് വ്യക്തി നിസ്കാരം, ദുആ, ഖുർആൻ പാരായണം, ദിക്ർ പോലുള്ളവയിൽ മുഴുകുക. അനാവശ്യ കാര്യങ്ങളിലും ലോക സംസാരങ്ങളിലും മുഴുകാതിരിക്കുക. ഇഅ്തികാഫ് 2 വിധമുണ്ട്. ഒന്ന് മുത്ലഖ്, 2 മുഖയ്യിദ്. മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്തേക്കോ ഇത്ര കാലത്തേക്കോ എന്ന് ഖൈദ് വെച്ചിട്ടുണ്ടാവില്ല. മുഖയ്യിദ് ഇന്ന കാലത്തേക്കോ സമയത്തേക്കോ ഖൈദ് വെച്ചിട്ടുണ്ടാവും. മുഖയ്യിദ് തന്നെ 2 വിധമുണ്ട്. ഒന്ന് മുത്തതാബിയും, 2 ഗൈറു മുത്തതാബിയും. മടങ്ങുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പള്ളിയിൽ നിന്ന് പുറപ്പെട്ടതെങ്കിൽ മുത്തലക്കായ ഇഅ്തികാഫ് ബാത്തിലാവൂല. മടങ്ങുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പള്ളിയിൽ നിന്ന് പുറപ്പെട്ടതെങ്കിൽ മുത്തലക്കായാലും മുഖയ്യിദായാലും മുറിഞ്ഞു പോവുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക.